കാന്തപുരം നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി അതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്, അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ കേരളത്തിലെ മുസ്ലിങ്ങൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക? മുസ്ലിങ്ങൾ പതുക്കെ പതുക്കെ റിയാലിറ്റീസ് തിരിച്ചറിയുന്നു എന്നതിൻ്റെ എക്സാമ്പിൾ. കാന്തപുരം എപ്പം പറഞ്ഞ കാര്യം 3-4 വർഷം മുമ്പ് ആദ്യമായി പറഞ്ഞ ഒരു മുസ്ലിം ഞാനാണ്. ഇവിടെ തന്നെ പറഞ്ഞു തോന്നുന്നു, ഏഷ്യാനെറ്റിൽ. അന്ന് ഈ എൻ്റെ നാട്ടിൽ തന്നെയുള്ള കാന്തപുരത്തിൻ്റെ ആളുകൾ പിന്നെ ഞാൻ നാട്ടിൽ പോയ സമയത്ത് നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും, വേറെ വഴിയൊന്നും, ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാമെന്നല്ല മറ്റു വഴിയൊന്നുമില്ല. യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പം നമുക്ക് മനസ്സിലാവും. ഇന്ത്യ, പ്രത്യേകിച്ചും കേരളം, മുസ്ലിങ്ങൾക്ക് സ്വർഗ്ഗമാണ്. നമ്മുടെ രാജ്യങ്ങളിൽ കിട്ടാത്ത സെക്യൂരിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്, മാന്യത ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളായ ശത്രുക്കൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഇടതുപക്ഷക്കാരായ ശത്രുക്കളുണ്ട്, കാരണം റഷ്യയോടും പണ്ട് പിന്നെ ചൈനയോടൊക്കെ കൂടുതലുള്ള ആളുകൾ. വേറൊന്ന് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയക്കാർ. 2 ഈ ഇന്ത്യ വിരുദ്ധ ശക്തികളായി നിന്ന് പൈസ മേടിച്ചിട്ട് കളിക്കുന്ന മുസ്ലിം ഗ്രൂപ്പുകളും ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകളും. ഇവരുടെ ഈ അവസാനം പറഞ്ഞ 2 കൂട്ടരുടെയും അജണ്ട എന്ന് വെച്ചാൽ ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുകയും ക്രൈസ്തവവൽക്കരിക്കുകയാണ്. ഒരു കൂട്ടർ വളരെ മുസ്ലിംസ് വളരെ ഓപ്പണായി ചെയ്യുന്നു, മറ്റുള്ളവർ വളരെ മാന്യമായിട്ട് തോളിൽ കൈയിട്ടുകൊണ്ട് കൈത്താക്കുന്നു, മറ്റുള്ളവർ നേരിട്ട് വന്ന് കുത്തുന്നു. ഈ വിഷയമുള്ളൂ. അപ്പോൾ ഇവരുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾ മൂലമാണ് നമുക്ക് സത്യം കാണാതെ പോകുന്നത്. പക്ഷേ സത്യം നമ്മൾ നേരെ അന്വേഷിച്ച് പോയാൽ നമ്മൾ നേരെ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇവരുമൊക്കെ മുന്നോട്ട് വെക്കുന്ന ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു അവകാശങ്ങളെല്ലാം നിഷേധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം വോട്ടവകാശമാണ്. നമ്മുടെ പല മുസ്ലിം രാജ്യങ്ങളും വോട്ടവകാശമില്ല, നമുക്കിവിടെ വോട്ടവകാശമുണ്ട്. SAR നടപ്പിലാക്കി മോദി സർക്കാർ എല്ലാ മുസ്ലിം വോട്ടുകളും വെട്ടിമാറ്റുന്നു എന്നാണ്. ഇതിലെല്ലാം തെറ്റിദ്ധാരണയല്ലേ. പ്രധാനമായിട്ട് ഇപ്പം മോഡി സർക്കാർ വന്നതിന് ശേഷം പൗരത്വ നിയമത്തിൽ പ്രശ്നമൊന്നുമില്ല. പൗരത്വ നിയമത്തിന് ഈ ആസാമിൽ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട NCR അതുമായിട്ട് കൂട്ടിക്കെട്ടുമാണ് പ്രശ്നം. പക്ഷേ അത് ഓൾ ഇന്ത്യ തലത്തിൽ ഇത് തന്നെ നടപ്പിലാകുമെന്ന് BJP പറഞ്ഞിട്ടില്ല. 2 നമ്മൾ തന്നെ മുസ്ലിങ്ങൾ തന്നെ ഭരിക്കുന്ന പാകിസ്ഥാനിലും അതേപോലെ തന്നെ ബംഗ്ലാദേശിലും ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ എണ്ണം കുറഞ്ഞു വന്നത്, എത്ര പെട്ടെന്നാണ് അവരെ ഫോഴ്സ്ഫുള്ളായി മറ്റു മതങ്ങളെ കൺവേർട്ട് ചെയ്തത്, എത്ര ഭീകരമായിട്ടാണ് അവരെ വംശഹത്യ ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഒരു വംശഹത്യയെ ഇന്ത്യയിൽ പറയാൻ പറ്റുള്ളൂ, അത് ഗുജറാത്ത് വംശഹത്യ മാത്രമാണ്. അവിടെ നിരന്തരം വംശഹത്യയാണ്. ഈ 47 തൊട്ട് ഇങ്ങോട്ട് നമുക്ക് ഒരു വംശഹത്യ ഞാൻ പോലും പറഞ്ഞിട്ടുള്ളൂ, അത് ഗുജറാത്തിലാണ്. പക്ഷേ അവിടെ ദൈനംദിനം ഹിന്ദുക്കൾ വംശഹത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പാവങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിനാവശ്യമായിട്ടുള്ള നടപടികളൊക്കെ ആദ്യം വിഭജനത്തിൻ്റെ സമയത്ത് തന്നെ അന്നത്തെ ഗവൺമെൻറ്റുകൾ എടുത്തതാണ്. പക്ഷേ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ എല്ലാം പ്രശ്നം കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അവർ ചെയ്യാൻ പറ്റുന്നത് മോഡി വന്നപ്പോൾ മോഡി ചെയ്യുന്നതേ ഉള്ളൂ. സാറ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് മനസ്സിലാവും? അല്ല, അവർ ഈ ഹാലോയിലാണ്. ഈ കമ്മ്യൂണിറ്റിയെ ഇപ്പം ഉസ്താദ് ഇപ്പോഴല്ലേ പറഞ്ഞത്, ഉസ്താദിന് പണ്ടേ ഇപ്പം ഞാനൊക്കെ മോഡിനെ വിമർശിക്കുന്ന സമയത്ത് ഉസ്താദിന് മോഡിയായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അന്ന് ഉസ്താദ് അവിടെ ഗുജറാത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലുകളൊക്കെ നടക്കുന്നുണ്ട്. സ്വാഭാവികം ശ്രീധരൻ പിള്ളയാണ് ഇവരുടെ ഒരു മീഡിയേറ്റർ പലപ്പോഴും. അപ്പം അന്നേ നല്ല ബന്ധമുണ്ട്. പക്ഷേ ഉസ്താദിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ നിന്ന് പറയുന്നത് ഇവിടെ വന്ന് പറയാനുള്ള തൻ്റെ ചങ്കൂറ്റും ഇല്ല എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന് വേണ്ടത്, മുസ്ലിമിനെ നിങ്ങൾ പറയുന്ന ഏറ്റവും മുസ്ലിമിനെ പൊതുവെ ആളുകൾക്ക് പേടി എന്തുകൊണ്ടാണ്? ധൈര്യം, തൻ്റെ ഇടം, ചങ്കൂറ്റം കൂടുതലാണെന്നാണ് പറയുന്നത്. അതൊരു നല്ല ക്വാളിറ്റിയാണ്, അയാളുടെ മുഖത്ത് നോക്കി പറയും. അതല്ലാതെ ആണും പെണ്ണും കേട്ട കളി കളിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോഡി ഒരു ഭീഷണിയാണ്, RSS ഇന്ത്യക്ക് ഒരു ഭീഷണിയാണ് എന്ന് തോന്നിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആ സമയത്ത് അത് ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ അല്ല എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായ കാലം ഞാൻ അതും ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്. അതൊരു മുസ്ലിമിൻ്റെ ഒരു മനുഷ്യൻ്റെ ദൗത്യമാണ്. ഇപ്പോൾ മുസ്ലിം ഞങ്ങളെന്ന് വെച്ചാൽ വളരെ ചട്ടക്കൂടുള്ള കൃത്യമായിട്ട് ഇതെല്ലാം സത്യസന്ധമായി ജീവിക്കണമെന്ന് വളരെ നിഷ്കർഷിക്കുന്ന ഒരു മതമാണ്. അതിൽ കോംപ്രമൈസ് ഇല്ല. തെറ്റ് ചെയ്തവന് ശിക്ഷയുണ്ട്. ഞങ്ങളെ ഭാഗത്തിൽ തെറ്റ് ചെയ്താൽ കുമ്പസരിച്ച് രക്ഷപ്പെടാനും പറ്റില്ല, ശിക്ഷയുണ്ട്. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള അത് പറയേണ്ടതാണ്. പക്ഷെ അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു SSF നേതാവ് കാന്തപുരത്തെ വളരെ ഞങ്ങൾ പല കാര്യത്തിലും സൂഫീസൊക്കെ ഇരുന്നപ്പോൾ ഒരേ നിലപാടാണ്. പക്ഷെ ഞാൻ മോഡിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയോടുകൂടി അവൻ എന്നോടെന്തോ ഇഷ്ടക്കേട് പറയാം. ഇപ്പം ഇനിയിപ്പോൾ അവനെന്ത് പറയുന്നതാണ് ഞാൻ പറഞ്ഞ ഉസ്താദ് പറഞ്ഞു, ഇനിയിപ്പോൾ അവനെന്ത് പറയും? അത് അവനെയൊക്കെ ബാധിച്ചിരിക്കുന്നത് പലപ്പോഴും അവനെ ഭയങ്കര ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധനാണ്. ഞങ്ങൾ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പം
അവൻ ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിച്ചവൻ കുറച്ചെങ്കിലും അവർ മയത്ത് കൈകാര്യം ചെയ്തത് ഞാനാണ്. പക്ഷേ അവന് പോലും അറിയാതെ അവൻ്റെ ബ്രെയിനിനെ സ്വാധീനിച്ചിരിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷക്കാർ രാഷ്ട്രീയത്തിന് വേണ്ടി, ഇവിടെയുള്ള മതേതരവാദി രാഷ്ട്രീയത്തിന് വേണ്ടി, അവരുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് സെക്കുലർ ബോധമാണ്. അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള മായയെ മറികടന്നാൽ മാത്രമേ നമുക്ക് സത്യത്തെ കാണാൻ പറ്റൂ എന്നുള്ളത് ഹിന്ദുക്കളുടെ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഇത്രയും സ്വാധീനമുള്ള കാന്തപുരത്തെ വരെ ഇപ്പോൾ മോഡിയുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില മുസ്ലിം സംഘടനകളും ചില വ്യക്തികളും വിമർശിക്കുന്നുണ്ടല്ലോ. ഇതിനെ അദ്ദേഹം എങ്ങനെ തരണം ചെയ്യും? അല്ല, അദ്ദേഹം തരണം ചെയ്യും. അദ്ദേഹം പറഞ്ഞാൽ മനസ്സിലാക്കുന്ന വലിയൊരു, ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തവർ അദ്ദേഹം പറഞ്ഞാൽ ദൈവവചനം പറയുക. അപ്പോൾ അവരദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തോളൂ. അദ്ദേഹത്തിന് സപ്പോർട്ട് ബേസ് ഇൻടാക്റ്റാണ്. മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞത് ഇന്ന് അദ്ദേഹം പറയുന്നതുമാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ യാഥാർത്ഥ്യം. നമ്മൾ ഒരിക്കലും ഇവിടെ അക്രമകാരികളായി വന്നതല്ല. നമ്മളെപ്പോഴും ഹിന്ദു രാജാക്കന്മാർ സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മളൊരു പെരുമാറുന്നത്. അവരുടെ കുടുംബത്തിൽ ഒരാളായിട്ടാണ് നമ്മളെ കണ്ടിട്ടുള്ളത്. കുടുംബത്തിലാണ് നമുക്ക് കല്യാണം കഴിപ്പിച്ച് വന്നിട്ടുള്ളത്. അവരുടെ ആ കമ്മ്യൂണിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നായർ കമ്മ്യൂണിറ്റിയുടെ സ്റ്റാറ്റസാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളെന്നും അവരെ സപ്പോർട്ട് ചെയ്താണെന്ന്. അവരെ ഒരു പോർച്ചുഗീസുകാർ അവരെ ആക്രമിക്കാൻ വന്നപ്പം ഈ ജിഹാദ് എന്ന് വെച്ചാൽ ധർമ്മയുദ്ധം, അത് സാമൂതിരി രാജാവിന് വേണ്ടി പോർച്ചുഗീസുകാരെതിരെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഖാസികൾ ഉണ്ടായിരുന്ന സമുദായമാണ് നമ്മുടെ സമുദായം. അവരുടെ കൂട്ടത്തിൽ അവർ ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടായി വന്ന സംഘടനയാണ് RSS. RSS നമ്മളുമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം നമ്മളെ കയ്യിലിരിപ്പും അത്ര ശരിയായിരുന്നില്ല. പക്ഷേ RSS ആത്യന്തികമായി ഇന്ത്യയെ സംരക്ഷിക്കുക എന്നുള്ള, അപ്പോൾ ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള, എനിക്ക് ഭാരതം എന്ന് പറയുന്നത് ഇഷ്ടമില്ല. കാരണം RSS വിരോധികളായ ആളുകൾ RSSകാരെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഭാരതം. എന്നോട് പണ്ടെടുത്താൽ പറഞ്ഞു, നീ എന്തിനാ ഇന്ത്യ എന്ന് പറയും, ഭാരതം എന്ന് ഭയങ്കര അവരെ കൺഫ്യൂസ്ഡ് ആക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് ഇന്ത്യ എന്നാണ് പറഞ്ഞ ശീലം. പിന്നെ ഈ പറഞ്ഞു വന്നപ്പോൾ മറന്നു പോയത്, ഇന്ത്യ എന്ന് പറഞ്ഞാണ് എൻ്റെ ശീലം. അപ്പം നമ്മുടെ ഈ രാജ്യത്തുള്ള സാംസ്കാരികമായിട്ടുള്ള അതിൻ്റെ ഒരു എലിമെൻ്റാണ് ഇവിടെയുള്ള മുസ്ലിം സമുദായം, എസ്പെഷ്യലി കേരളത്തിലെ മുസ്ലിം. നമ്മൾ യുദ്ധം ചെയ്ത് വന്നവരല്ലല്ലോ. ഇനി ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, സാർ പറഞ്ഞ ഇപ്പോൾ മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ സംസാരം ഈ കാന്തപുരത്തെ എതിർക്കുന്നവർ പറയുന്ന വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി മുസ്ലിങ്ങൾ കാന്തപുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ BJP വോട്ട് ചെയ്യാൻ പറയുമെന്നാണ്. അവരെ സംബന്ധിച്ചത് പ്രശ്നം. കാന്തപുരം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇടതുപക്ഷത്തിന് കൺസർവേറ്റീവ് മുസ്ലിംസിൻ്റെ ഇടയിൽ ആക്സെപ്റ്റൻസ് ഉണ്ടായി കൊടുത്ത കാന്തപുരം. അതിനുശേഷമാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ വളർച്ച CPM തുടങ്ങുന്നത്. അതുമായിട്ടൊരു ബന്ധമുണ്ട്. കാന്തപുരം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റ് കൊണ്ട്, ഇപ്പം ഞാനൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് എന്നെപ്പോലുള്ള ആളുകളെ സ്വാധീനിക്കാൻ പറ്റും. കാന്തം ഒരു വിശ്വാസമാണ്. ഞാൻ യുക്തിപരമായി സംസാരിക്കും, അവർക്ക് യുക്തിയല്ല, അവർക്ക് അതോറിറ്റിയാണ്. അല്ല, സാറും അതിൽ രാഷ്ട്രീയം കാണുന്നുണ്ടോ? രാഷ്ട്രീയം ഒന്നും ഞാൻ കാണും, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ള. ഉസ്താദിന് മുമ്പേ അറിയാം, പക്ഷേ ഉസ്താദെ പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഇവന്മാർ ഒറ്റപ്പെടുത്തും. ഇപ്പോൾ ഉസ്താദിന് ഇവിടുന്ന് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം തന്നെ മുസ്ലിങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഉസ്താദിനെ പോലുള്ള ആളുകളെ, കുറേ ആളുകളെ മാത്രം രക്ഷപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള മുസ്ലിങ്ങളെ ഇരുട്ടിലും ദാരിദ്ര്യത്തിൽ നിർത്തുക, എസ്പെഷ്യലി ഉത്തരേന്ത്യ. അത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടാവും. മാത്രമല്ല, ഞാൻ പലപ്പോഴും ചോദിച്ചു, എപ്പോഴാണ് ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ ശത്രുക്കളായത്? എപ്പോഴാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ശത്രുക്കളായത്? നമ്മൾ ക്രിസ്ത്യൻ കത്തോലിക്ക സഭയായിട്ട് നമ്മൾ യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് ഹിന്ദുക്കളായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ളത്? കേരള മുസ്ലിങ്ങൾ എപ്പോഴാണ് ഹിന്ദുക്കളായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. കാരണം നമ്മൾ അവരുടെ ആശ്രിതരെ അവരെ കൊണ്ട് നിലനിൽക്കുകയും ചെയ്ത സമൂഹമാണ്. നമ്മളെ കൊണ്ട് അവർക്കും ഗുണമുണ്ടായി. നമ്മളാണ്. അപ്പോൾ ഇത് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ കുറച്ച് തുർക്കികൾ വന്ന് ഹിന്ദു രാജാക്കന്മാരെ കൊന്നെടുക്കിയ സാമ്രാജ്യം ഉണ്ടാക്കി, അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഇവിടെ അതില്ല. പക്ഷേ ഈ ഉത്തരേന്ത്യക്കാരുടെ യുദ്ധം സ്വന്തം യുദ്ധമായിട്ട് കേരളത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിച്ചു, എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു ഡിസ്കഷനിടയിൽ വളരെ നാച്ചുറലായി ചോദിച്ചു, എവിടെയാണ് എന്നോട്ടാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ശത്രുക്കളായത്? എന്നിട്ടാണ് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ശത്രുക്കളായത്? അങ്ങനെ ആരെങ്കിലും ശത്രുക്കളായി കാണുന്നുണ്ട്? നിങ്ങൾ RSS ആണ് ശത്രു എന്ന് പറയുന്നത്. മുമ്പൊക്കെ ശരി, 90s കൂടിയ ഭാഗവത പക്ഷിതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ RSS വളരെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ച ചെയ്യാൻ കാര്യങ്ങൾ അതല്ല അജണ്ട. മുസ്ലിങ്ങൾക്ക് ശരി തുടച്ചു നിൽക്കുകയല്ല അജണ്ട. പിന്നെ എന്തിനാണ്? അങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. സാറ് കുറച്ചു മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അവർ മുസ്ലിം സമുദായത്തെ വിഴുങ്ങുന്നു എന്ന രീതി. പക്ഷേ ഈ RSS ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് അതിജീവനം RSS ആരുമായിട്ടും ചർച്ച ചെയ്യും. അത് വിചാരിച്ച് അവരെ വൈക്ക് പോകില്ല. ഇവിടെ വേറെ ചില സെക്കുലർ പാർട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഏതെങ്കിലും വിഷമായിട്ട് ചർച്ച ചെയ്ത് അവരും വിഷമായിട്ട് മാറും. RSS എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യും അവരെ. പക്ഷേ അവർക്ക് അവരുടെ ആശയ വ്യക്തതയുണ്ട്. RSS പണ്ടേ വളരെ ഈ സുന്നി മുസ്ലിങ്ങൾ വളരെ നല്ല രീതിയിൽ കാണുന്ന സംഘടന. ഞങ്ങളൊക്കെ തമ്മിൽ നല്ല ബന്ധുവാണ്. പക്ഷേ ഇത് അവർക്ക് ഓപ്പണായി പറയാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മടി മറികടന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഞാനത് വളരെ നന്നായി സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം. ഒരു വിശ്വാസിയായ മുസ്ലിം എന്ന ഇത്തരം കാര്യങ്ങൾ ആദ്യമായിട്ട് ഓപ്പണായി പറഞ്ഞ ആൾ ഞാനാണ്. ആ അർത്ഥത്തിൽ ഞാൻ നല്ലൊരു മുസ്ലിമാണ്. മുസ്ലിമിന് ആദ്യം വേണ്ട ധൈര്യമാണ്, സത്യത്തോടുള്ള കൂറുമാണ്.
അതെനിക്കുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.